ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ചുരം അടച്ചിടേണ്ട സാഹചര്യമാണോ ഉള്ളത്? അമൃത, തീർച്ചയായും ഇപ്പോൾ പൂർണ്ണമായും ചുരം അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളായി ഇപ്പോൾ ഒരു നിലക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. അത്യാവശ്യം ആംബുലൻസും അത്യാവശ്യ എമർജൻസി വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചുരം വഴി കടന്നു പോകുന്നത്. നേരത്തെ രാവിലെ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ വാഹനങ്ങൾ പോകുന്ന സമയത്ത് പോലും ശക്തമായ മഴയെ തുടർന്ന് കല്ലും മണ്ണും റോഡിലേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ചുരം പൂർണ്ണമായും അടച്ചത്. ഇപ്പോൾ ഒരു നിലക്കും വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ്. ഇനി എത്ര സമയം ഇത് തുടരുമെന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം മിനിഞ്ഞാന്ന് നമുക്കറിയാം 3 ദിവസമായി ഇപ്പോൾ വയനാടിന്റെ ഏറ്റവും പ്രധാന റോഡായിരിക്കുന്ന വയനാട് ചുരം അടച്ചിട്ടിട്ട് 3 ദിവസം പിന്നിടുകയാണ്. നാളെ ഓണം വെക്കേഷനൊക്കെ തുടങ്ങുകയാണ്. നിരവധി ആളുകൾ, ആയിരക്കണക്കിന് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. ഇത്തരത്തിൽ വയനാട് ചുരം വയനാട് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു. അത് മാത്രമല്ല, നിലവിൽ വലിയൊരു പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, വയനാട് ചുരം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് കോഴിക്കോട് നിന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയില്ല എന്നുള്ള ഒരു വലിയ ഒരു പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായിട്ടുള്ള ഒരു ഏകോപനം ഇതുമായി ഉണ്ടാകുന്നില്ല എന്ന് ടി സിദ്ദിഖ് MLA നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്നാൽ നമ്മൾ ഈ രാവിലെ മഴ കുറവായിരുന്നെങ്കിൽ ഉച്ചയോടുകൂടി അതിശക്തമായ മഴയാണ് ചുരത്തിൽ പെയ്യുന്നത്. ചുരത്തിന്റെ വനമേഖലയിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മഴ പെയ്യുന്നു. ഈ മഴയെ തുടർന്ന് ശക്തമായ നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഈ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ അതേ ഭാഗത്ത് പൂർണ്ണമായും വലിയ തരത്തിൽ മണ്ണും കല്ലും വീണ്ടും റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആളുകളെയൊക്കെ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കൊന്നും തന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഏത് സമയത്തും വലിയ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ആദ്യമൊക്കെ ചെറിയ പാറക്കല്ലുകളും മറ്റുമാണ് വന്നിരുന്നെങ്കിൽ പിന്നീട് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ MLA ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ശബ്ദത്തോടു കൂടിയാണ് കുറച്ചു മുമ്പ് ഒരു മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇനിയും അത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ തരത്തിലേക്ക് പ്രശ്നങ്ങൾ പോകും. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ചുരം അടച്ചിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്കൊക്കെ തന്നെ നീക്കുന്നത്. ഇപ്പോൾ വലിയ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ നിലവിൽ താഴേക്ക് പതിച്ചിട്ടുള്ള കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിനുള്ള ഒരു തടസ്സം നേരിടുന്നുണ്ട്. നേരത്തെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ജിയോളജിക്കൽ വകുപ്പിന്റെയും അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്നലെ ആ പരിശോധന നടത്തിയിരുന്നു. ഇന്നും അത് നടത്തുമെന്ന് തന്നെയായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് ഇപ്പോൾ അത് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പരിശോധിച്ച് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുകയുള്ളൂ. നേരത്തെ ചെറിയ തരത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നെങ്കിലും ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് പോലും വെള്ളം ഒലിച്ചു വന്ന് കല്ലും മണ്ണും താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ഈ കല്ലൊക്കെ ഏതെങ്കിലും വാഹനത്തിൽ പതിക്കുകയോ അത്തരത്തിലൊരു അപകടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ തുടർന്നാണ് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. വയനാട്ടിലേക്ക് വരുന്ന, കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയും മലപ്പുറത്തേക്കും മറ്റു പോകുന്ന വാഹനങ്ങൾ നാടുകാണി ചുരം വഴിയും തന്നെയാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. എന്നാൽ വലിയൊരു പ്രശ്നം അവിടെയും നിലനിൽക്കുന്നുണ്ട്. ഈ രണ്ട് ചുരങ്ങളും വീതി കുറഞ്ഞ ചുരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തും വലിയ തരത്തിലുള്ള വാഹന വ്യൂഹം ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ ബ്ലോക്കും ഈ ഒരു പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. അമൃത, വീണ്ടും മണ്ണിടിയുന്നതിനെ തുടർന്ന് താമരശ്ശേരി ചുരം ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ഫൈസൽ നെടുമ്പാല നൽകിയത്.